ഹായ് ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് പാർട്ണർഷിപ്പിലെ ഡിസൊല്യൂഷൻ എന്ന ചാപ്റ്ററിലെ റിവിഷനാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് മുൻ വർഷങ്ങളിൽ ചോദിച്ച ക്വസ്റ്റ്യൻസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പഠിച്ചെടുക്കും. അപ്പോൾ കുറേ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻസ് അതിൻ്റെ ആൻസർ സഹിതം നമ്മൾ പഠിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ തന്നെ അടുത്ത ക്ലാസ്സിൽ നമ്മളിതിൻ്റെ എസ് എ ക്വസ്റ്റ്യൻ ഉൾപ്പെടെ നമ്മൾ പഠിക്കുന്നതാണ്. അപ്പോൾ ഡിസൊല്യൂഷൻ്റെ ക്ലാസ്സിൽ ഓൾറെഡി നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് +2 അക്കൗണ്ടൻസിയുടെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിസൊല്യൂഷൻ്റെ കംപ്ലീറ്റ് പ്രോബ്ലംസ് നിങ്ങൾക്ക് അതിൽ കിട്ടുന്നതാണ്. അതിൽ റിയലൈസേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ അതിൻ്റെ എസ് എ പ്രോബ്ലം, റിയലൈസേഷൻ അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് എല്ലാം കൂടി തയ്യാറാക്കുന്ന ആ ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ നമുക്ക് എക്സാം അടുത്തിരിക്കുന്ന ഈ സമയത്ത് നമുക്ക് മുൻ വർഷങ്ങളിലെ ചോദ്യപേപ്പർ വെച്ചുകൊണ്ട് അതിൽ വന്നിരിക്കുന്ന ചോദ്യത്തിൻ്റെ മോഡലിൽ നമ്മൾ ആൻസർ എഴുതി പരിശീലിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല അറിവുകൾ നേടാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ തന്നെ പരമാവധി സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് കടക്കാം. നോക്കുക, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, അറ്റ് ദ ടൈം ഓഫ് ഡിസൊല്യൂഷൻ ഓഫ് ഫെയിമിൻ്റെ ഡിസൊല്യൂഷൻ്റെ സമയത്ത് വിച്ച് ഓഫ് ദി ഫോളോവിങ് ലൈബിലിറ്റി വിൽ ബി പെയ്ഡ് ഫസ്റ്റ്? താഴെ പറയുന്നതിൽ ഏത് ലൈബിലിറ്റിയാണ് ആദ്യം കൊടുത്തു തീർക്കുന്നത് എന്നാണ് ചോദിക്കുക. അപ്പോൾ ഡിസൊല്യൂഷൻ്റെ സമയത്ത് അസറ്റ് റിയലൈസ് ചെയ്ത് കഴിയുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ക്യാഷ് വെച്ചുകൊണ്ട് നമ്മൾ ആദ്യം കൊടുക്കേണ്ടത് ഔട്ട്സൈഡേഴ്സ് ലൈബിലിറ്റിയാണ് അല്ലേ. അപ്പോൾ അതിനൊരു ഓർഡർ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ മുൻപോട്ടുള്ള ക്വസ്റ്റ്യനിൽ അതിനെക്കുറിച്ചുള്ളൊരു ചോദ്യം വരുന്നുണ്ട്. അപ്പോൾ ഏതായാലും മനസ്സിലാക്കുക, നമ്മൾ ഔട്ട്സൈഡേഴ്സ് ലൈബിലിറ്റിയാണ് ആദ്യം കൊടുത്തു തീർക്കേണ്ടത്, അതായത് എക്സ്റ്റേണൽ ലൈബിലിറ്റി. നമുക്ക് ആദ്യത്തെ ആയിട്ട് നോക്കാം, ഔട്ട്സ്റ്റാൻഡിങ് സാലറി ഓഫ് പാർട്ണേഴ്സ്. അപ്പോൾ പാർട്ണേഴ്സിന് കൊടുക്കാനുള്ള സാലറി എന്ന് പറയുന്നത് ഇൻറ്റേർണൽ ലൈബിലിറ്റി ആണല്ലേ. അതല്ല, പാർട്ണേഴ്സിൻ്റെ ലോൺ തിരിച്ചടയ്ക്കുന്നു, അത് നമ്മളൊരു ഇൻറ്റേർണൽ ലൈബിലിറ്റിയാണ്. അതല്ല, പാർട്ണേഴ്സ് ക്യാപിറ്റൽ തിരിച്ചു കൊടുക്കുന്നു, അതും ഒരു ഇൻറ്റേർണൽ ലൈബിലിറ്റി ആണല്ലേ. അപ്പോൾ എക്സ്റ്റേണൽ ലൈബിലിറ്റി ആയിട്ട് പറഞ്ഞിരിക്കുന്നത് സൺട്രി ക്രെഡിറ്റേഴ്സ് ആണല്ലേ. അപ്പോൾ ക്രെഡിറ്റർ എന്ന് പറയുന്നത് ഒരു ഔട്ട്സൈഡറാണ്, ഒരു എക്സ്റ്റേണൽ ലൈബിലിറ്റിയാണ്. അപ്പോൾ അതാണ് ആദ്യം കൊടുത്തു തീർക്കേണ്ടത് അല്ലേ. അപ്പോൾ താഴെ പറയുന്ന ലൈബിലിറ്റി ആദ്യം കൊടുക്കേണ്ടത് സൺട്രി ക്രെഡിറ്ററുടെ ലൈബിലിറ്റിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ മറക്കാതെ ലൈക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അറ്റ് ദ ടൈം ഓഫ് ഡിസൊല്യൂഷൻ ഓഫ് എ ഫെയിം, ഒരു ഫെയിമിൻ്റെ ഡിസൊല്യൂഷനിൽ ദ എമൗണ്ട് റിയലൈസ്ഡ് ഫ്രം അസറ്റ്സ് ആർ യൂട്ടിലൈസ്ഡ് ഫസ്റ്റ് ടു പേ. അപ്പോൾ താഴെ പറയുന്നതിൽ ഏതാണെന്ന്, ഇത് നമ്മൾ കുറച്ച് മുമ്പ് കണ്ട അതേ ചോദ്യത്തിൻ്റെ ഒരു മോഡലാണ്. ഇപ്പോൾ ക്യാപിറ്റൽ കൊടുക്കാൻ വേണ്ടിയല്ല, പാർട്ണേഴ്സ് ലോൺ കൊടുക്കാൻ വേണ്ടിയല്ല, ഔട്ട്സൈഡ് ലൈബിലിറ്റീസ് കൊടുക്കാൻ വേണ്ടിയാണ് അല്ലേ. അപ്പോൾ ഇവിടെ സൺട്രി ക്രെഡിറ്ററുടെ ഔട്ട്സൈഡ് ലൈബിലിറ്റിയാണ്. അപ്പോൾ ഇവിടെ നേരെ ഔട്ട്സൈഡ് ലൈബിലിറ്റീസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഔട്ട്സൈഡ് ലൈബിലിറ്റിയാണ് നമ്മൾ ആദ്യം കൊടുക്കേണ്ടത്. Then identify the situation where partnership firm is not compulsorily dissolved. താഴെ പറയുന്നതിൽ ഏത് സിറ്റുവേഷനിലാണ് ഒരു ഫേം കമ്പൽസറി ആയിട്ടും ഡിസൊല്യൂഷൻ നടത്തേണ്ടാത്തത് എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ കുറേ സിറ്റുവേഷൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം കമ്പൽസറി ഡിസൊല്യൂഷനിലേക്ക് നയിക്കുന്ന കാര്യങ്ങളാണ് when all partners except one become insolvent, when a business become illegal, when all partners except one become insane. അപ്പോൾ അതെല്ലാം നമുക്ക് കമ്പൽസറി ഡിസൊല്യൂഷനിലേക്ക് നയിക്കുന്ന കാരണമാണ്. നമുക്ക് നയിക്കാത്ത കാരണം എന്ന് പറയുന്നത് when a partner gives a notice in writing അല്ലേ. ഒരു ഡിസൊല്യൂഷന് വേണ്ടി ഒരു നോട്ടീസ് എഴുതി തയ്യാറാക്കി അല്ലെങ്കിൽ ഒരു പാർട്ണർ നോട്ടീസ് കൊടുക്കുന്ന ഈ ഒരു സിറ്റുവേഷനാണ് കമ്പൽസറി ഡിസൊല്യൂഷനിലേക്ക് നയിക്കാത്തത്. അപ്പോൾ അതിൻ്റെ ആൻസർ ഒന്നാമത്തതാണ്. ദെൻ വെൻ റിയലൈസേഷൻ എക്സ്പെൻസസ് ആർ പെയ്ഡ് ബൈ എ പാർട്ണർ ഓൺ ബിഹാഫ് ഓഫ് ദി ഫേം, ഒരു ഫേമിൻ്റെ പേരിൽ ഒരു പാർട്ണർ റിയലൈസേഷൻ എക്സ്പെൻസ് കൊടുക്കുകയാണെങ്കിൽ ഏത് അക്കൗണ്ട്, ഡാഷ് അക്കൗണ്ട് ഈസ് ഡെബിറ്റഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ജേണൽ എൻട്രി ഓർമ്മ വരണം. റിയലൈസേഷൻ അക്കൗണ്ട് റിയലൈസേഷൻ എക്സ്പെൻസ് കൊടുക്കുന്നത് ഒരു പാർട്ണറാണ് അല്ലേ. അപ്പോൾ എക്സ്പെൻസ് അല്ലെങ്കിൽ ലൈബിലിറ്റി ഒരു പാർട്ണർ ഏറ്റെടുക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ നമുക്ക് അയാളുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് വരണം അല്ലേ. അപ്പോൾ ജേണൽ എൻട്രി റിയലൈസേഷൻ അക്കൗണ്ട് അറ്റ് ടു പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്നാണ് വരിക. അപ്പോൾ റിയലൈസേഷൻ ഏത് അക്കൗണ്ടിനാണ് ഡെബിറ്റ് ചെയ്യുന്നത്? റിയലൈസേഷൻ അക്കൗണ്ടിനാണ് ഡെബിറ്റ് ചെയ്യേണ്ടത് അല്ലേ. നമുക്ക് ഇതിൻ്റെ ആൻസറിലേക്കൂടെ നോക്കുക. നാലാമത്തെ ഉത്തരമായിട്ട് കണ്ടിരിക്കുന്നു റിയലൈസേഷൻ അല്ലേ. റിയലൈസേഷൻ അക്കൗണ്ടാണ്. അപ്പോൾ റിയലൈസേഷൻ അക്കൗണ്ട് അറ്റ് ടു പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്നാണ്. അപ്പോൾ ഒരു എക്സ്പെൻസ് ലൈബിലിറ്റി ഏറ്റെടുക്കുമ്പോൾ ജേണൽ എൻട്രി അങ്ങനെ വരും. റിയലൈസേഷൻ അക്കൗണ്ട് അറ്റ് ടു പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, അതായത് ഏത് പാർട്ണറാണോ ഏറ്റെടുക്കുന്ന അയാളുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ അല്ലേ. നമുക്ക് അസറ്റ് ആണെങ്കിൽ നേരെ തിരിച്ചു വരും അല്ലേ. പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് ടു റിയലൈസേഷൻ എന്നാണ് ആ ഒരു ജേണൽ എൻട്രി വരിക. ദ ബിസിനസ് ഓഫ് ദി ഫേം ഈസ് ടെർമിനേറ്റഡ് വെൻ, എപ്പോഴാണ് ഒരു ഫേമിൻ്റെ ബിസിനസ് ടെർമിനേറ്റ് ചെയ്യപ്പെടുന്നത്, പൂർണ്ണമായിട്ടും ടെർമിനേറ്റ് ചെയ്യപ്പെടുന്നത് എപ്പോഴാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ്, റിട്ടയർമെൻറ്റ് ഓഫ് എ പാർട്ണർ, ഡെത്ത് ഓഫ് എ പാർട്ണർ, ഡിസൊല്യൂഷൻ ഓഫ് ഫേം അല്ലേ. ഒരു ബിസിനസ്, ഒരു പാർട്ണർഷിപ്പ് ഫേമിൻ്റെ ബിസിനസ് ടെർമിനേറ്റ് ചെയ്യപ്പെടുന്നത്, ബിസിനസ് പൂർണ്ണമായിട്ടും നിർത്തുന്നത് എപ്പോഴാണ്? ഡിസൊല്യൂഷൻ ഓഫ് ഫേമിൻ്റെ സാഹചര്യത്തിലാണ് അല്ലേ. ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്മിഷൻ, റിട്ടയർമെൻറ്റ്, ഡെത്ത് ഇതിനൊക്കെ കാരണമാകുന്ന അപ്പോഴാണ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് ഉണ്ടാകുന്നത് അല്ലേ. പാർട്ണേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് അവസാനിക്കുന്നത് ഈ ഒരു റിട്ടയർമെൻറ്റിലും ഡെത്തിലും അഡ്മിഷനിലൊക്കെയാണ് അല്ലേ. അതിനാണ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത്.
ഫേമിൻ്റെ ഡിസൊല്യൂഷൻ വ്യത്യസ്തമാണ്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് അസറ്റ്സ് എല്ലാം വിറ്റ് ലൈബിലിറ്റീസ് എല്ലാം കൊടുത്തു തീർത്ത് ആ ബിസിനസ് പൂർണ്ണമായിട്ടും ടെർമിനേറ്റ് ചെയ്യപ്പെടുന്ന അവസാനിപ്പിക്കുന്നത് ഡിസൊല്യൂഷൻ ഓഫ് ഫേമിലാണ്. അല്ലേ, കാര്യം മനസ്സിലായല്ലോ. നമുക്ക് അടുത്ത് നോക്കാം. ആൻ അൺറെക്കോർഡഡ് അസറ്റ് റിയലൈസ്ഡ് അറ്റ് ദ ടൈം ഓഫ് ഡിസൊല്യൂഷൻ ഷുഡ് ബി ക്രെഡിറ്റഡ് ടു അക്കൗണ്ട്. താഴെ പറയുന്നതിൽ ഏത് അക്കൗണ്ടിലാണ് നമ്മൾ അൺറെക്കോർഡഡ് അസറ്റ് റിയലൈസ് ചെയ്തത് നമ്മൾ എഴുതുന്നത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. അൺറെക്കോർഡഡ് അസറ്റ് റിയലൈസ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അസറ്റ് വിറ്റ് ക്യാഷ് കിട്ടിയെന്നാണ്. ഓക്കെ, അപ്പോൾ അൺറെക്കോർഡഡ് അസറ്റ്, അപ്പോൾ അസറ്റ് വിറ്റാലും അൺറെക്കോർഡഡ് ഇതുവരെ നമ്മൾ അക്കൗണ്ടിൽ കാണിക്കാത്ത ഒരു അസറ്റ് കണ്ടെത്തി അത് വിറ്റാലും അത് വിറ്റ് ക്യാഷ് കിട്ടിയാലും ഒരേ ജേണൽ എൻട്രിയാണ് തന്നെയാണ് നമ്മൾ എഴുതുക. അപ്പോൾ ഇവിടെ അൺറെക്കോർഡഡ് അസറ്റ് റിയലൈസ് ചെയ്യുമ്പോൾ ജേണൽ എൻട്രി നമുക്ക് റിയലൈസേഷൻ അക്കൗണ്ട് വഴി തന്നെയാണ് അതിൻ്റെ എമൗണ്ട് കിട്ടുന്നത്. ബാങ്ക് ഓർ ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു റിയലൈസേഷൻ എന്നാണ് ജേണൽ എൻട്രി വരുന്നത്. അല്ലേ, അപ്പോൾ ക്രെഡിറ്റ് ചെയ്യേണ്ടത് ഏത് അക്കൗണ്ടിലാണ്? റിയലൈസേഷൻ അക്കൗണ്ടിലാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അൺറെക്കോർഡ് റീവാലുവേഷൻ അക്കൗണ്ടായിട്ട് മാറിപ്പോകരുത് കേട്ടോ. റീവാലുവേഷൻ അക്കൗണ്ട് പാർട്ട്നേഴ്സിൻ്റെ അഡ്മിഷൻ, റിട്ടയർമെൻറ്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ട അക്കൗണ്ടാണ് റീവാലുവേഷൻ എന്ന് പറയുന്നത്. ഡിസൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട അക്കൗണ്ട് റിയലൈസേഷൻ ആണല്ലേ. അപ്പോൾ റിയലൈസേഷൻ അക്കൗണ്ടിലാണ് അത് ക്രെഡിറ്റ് ചെയ്യേണ്ടത്. അല്ലേ, റിയലൈസേഷൻ അക്കൗണ്ടിലാണ് അത് ക്രെഡിറ്റ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് അടുത്ത് നോക്കാം. മെൻഷൻ 2 സിറ്റുവേഷൻ ഇൻ ബിസിനസ് ടേക്ക് പ്ലേസ് ദ കമ്പൽസറി ഡിസൊല്യൂഷൻ. ഒരു പേയ്മെൻറ്റ് കമ്പൽസറി ഡിസൊല്യൂഷനിലേക്ക് കാരണമാകുന്നത് നമ്മൾ മുകളിൽ കണ്ടതാണ്. അതുപോലെ ഏതെങ്കിലും 2 സിറ്റുവേഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. വെൻ ഓൾ ദി പാർട്ട്നേഴ്സ് ഓർ ഓൾ ബട്ട് 1 പാർട്ണർ ബിക്കം ഇൻസോൾവൻറ്റ്, ഒരാൾ ഒഴികെ ബാക്കി എല്ലാവരും ഇൻസോൾവൻ്റ് ആകുന്നു. വെൻ ദ ബിസിനസ് ഓഫ് ദി ഫേം ബിക്കംസ് ഇല്ലീഗൽ, ഫേമിൻ്റെ ആ ഒരു ബിസിനസ് അത് നിയമവിരുദ്ധമാകുന്നു. വെൻ സം ഇവൻറ്റ് ഹാവ് ടേക്ക് പ്ലേസ് വിച്ച് മേക്ക് ഇറ്റ് അൺലോഫുൾ ഫോർ ദി പാർട്ട്നേഴ്സ് ടു ക്യാരി ഓൺ ദി ബിസിനസ് ഓഫ് ദി ഫേം പാർട്ണർഷിപ്പ്, ആ പാർട്ണർഷിപ്പ് തുടരാൻ പറ്റാത്ത വിധത്തിൽ ഏതെങ്കിലും അൺലോഫുൾ ആയിട്ടുള്ള നിയമവിരുദ്ധമായിട്ട് പ്രവർത്തനങ്ങളിൽ പാർട്ണേഴ്സ് ഏർപ്പെടുകയോ മറ്റോ ചെയ്യുമ്പോഴും ഈ ഒരു പാർട്ണർഷിപ്പ് ഫേം കമ്പൽസറി ആയിട്ടും ഡിസൊല്യൂഷൻ നടത്തേണ്ടതുണ്ട്. അല്ലേ, അപ്പോൾ 2 പോയിന്റ് നിങ്ങൾ അതിലെഴുതുക. ദെൻ എക്സ്പ്ലെയിൻ ദ ഓർഡർ ഇൻ വിച്ച് ദ എമൗണ്ട്സ് റിയലൈസ്ഡ് ത്രൂ ദ സെയിൽ ഓഫ് അസറ്റ്സ് ആർ ടു ബി അപ്ലൈഡ് അറ്റ് ദ ടൈം ഓഫ് ഡിസൊല്യൂഷൻ ഓഫ് എ ഫേം. ഇപ്പോൾ ഒരു ഫേമിൻ്റെ ഡിസൊല്യൂഷൻ നടക്കുമ്പോൾ അതിൻ്റെ റിയലൈസേഷൻ, അസറ്റ് റിയലൈസ് ചെയ്ത് കിട്ടുന്ന എമൗണ്ട് അത് കൊടുത്തു തീർക്കുന്ന ഓർഡർ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ പറഞ്ഞു ഔട്ട്സൈഡ് ലൈബിലിറ്റിയാണ് ആദ്യം കൊടുക്കേണ്ടത്. അല്ലേ, അതിനുശേഷം പിന്നീട് എന്താണ് കൊടുക്കേണ്ടത്. അപ്പോൾ അതിനൊരു ഓർഡർ ഉണ്ട്. ആ ഒരു ഓർഡർ മനസ്സിലാക്കിയിരിക്കണം. ഈ ഒരു ക്വസ്റ്റിനും സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. ഡിസൊല്യൂഷൻ ഓഫ് എ പാർട്ണർഷിപ്പ് ഓഫ് വാട്ട് ഓർഡർ മസ്റ്റ് ബി പ്രൊസീഡ്സ് ഓഫ് ദി റിയലൈസേഷൻ അസറ്റ് ബി അപ്ലൈഡ്. റിയലൈസേഷൻ ഓഫ് അസറ്റ് വിറ്റ് കിട്ടുന്ന ക്യാഷ് അത് നമ്മൾ ലൈബിലിറ്റീസ് കൊടുത്തു തീർക്കാൻ വേണ്ടി ഉപയോഗിക്കുമ്പോൾ ഏത് ഓർഡറിൽ കൊടുക്കണം എന്ന് വെച്ചാൽ ഏത് ലൈബിലിറ്റിയാണ് ആദ്യം കൊടുക്കേണ്ടതെന്നുള്ളതാണല്ലേ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത്. ഫസ്റ്റ്ലി പേയിങ് ഔട്ട്സൈഡ് ഡെപ്റ്റ്, ഔട്ട്സൈഡ് ലൈബിലിറ്റി നമ്മൾ ആദ്യം കൊടുത്തു തീർക്കണം. രണ്ടാമതായിട്ട് കൊടുക്കേണ്ടത് സെക്കൻഡ്ലി പേയിങ് ടു ദി പാർട്ണേഴ്സ് ഡ്യൂ ടു ദം ഫോർ അഡ്വാൻസസ്. അതായത് പാർട്ണേഴ്സ് പേയ്മെൻറ്റ് എന്തെങ്കിലും ലോണൊക്കെ നൽകിയിട്ടുണ്ടെങ്കിൽ, പാർട്ണേഴ്സ് ലോൺ ഉണ്ടല്ലോ, അതുണ്ടെങ്കിൽ അത് കൊടുത്തു തീർക്കാൻ വേണ്ടിയാണ് രണ്ടാമതായിട്ട് നമ്മൾ ഈ എമൗണ്ട് ഉപയോഗിക്കേണ്ടത്. ഇനിയും ബാക്കി ക്യാഷ് ഉണ്ടെങ്കിൽ തേർഡ്ലി പാർട്ണേഴ്സിൻ്റെ ക്യാപിറ്റൽ കൊടുത്തു തീർക്കാൻ ഉപയോഗിക്കണം. അതിനുശേഷം ഫോർത്ത്ലി ഇഫ് എനി ബാലൻസ്, എന്നിട്ടും ബാക്കി എമൗണ്ട് ഉണ്ടെങ്കിൽ അത് നമ്മൾ പാർട്ണേഴ്സിന് അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. അല്ലേ, അപ്പോൾ ഇതായിരിക്കണം അതിൻ്റെ ഒരു ഓർഡർ എന്ന് പറയുന്നത്. അതാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. സ്റ്റേറ്റ് എനി 3 ഡിഫറൻസസ്, അല്ലേ, 3 ഡിഫറൻസസ് ബിറ്റ്വീൻ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് ആൻഡ് ഡിസൊല്യൂഷൻ ഓഫ് ഫേം. അത് നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അല്ലേ, അപ്പോൾ എല്ലാ വർഷവും നമുക്കത് തീർച്ചയായിട്ടും അക്സെപ്റ്റ് ചെയ്യണം. ഒരിക്കലും നിങ്ങളത് പഠിക്കാതെ പോകരുത്. നോക്കുക, ബേസിസ് ഓഫ് ഡിസൊല്യൂഷൻ. ഇപ്പോൾ 10, 11, 12, 13 അടുത്ത കുറേ ക്വസ്റ്റ്യൻസ് അതിനെ ബേസ് ചെയ്താണ് ചോദിച്ചിരിക്കുന്നത്. അല്ലേ, ഇത്രയും ക്വസ്റ്റ്യൻസും ഈ ഒരു പാർട്ണർഷിപ്പ് ഫേമും ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പും തമ്മിലുള്ള വ്യത്യാസങ്ങളാണ്. ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പും ഡിസൊല്യൂഷൻ ഓഫ് ഫേമും. അല്ലേ, അതിലൊന്നാമത് ടെർമിനേഷൻ ഓഫ് ബിസിനസ്, അതായത് ബിസിനസ് ടെർമിനേറ്റ് ചെയ്യുന്നത്, ബിസിനസ് അവസാനിക്കുന്നത്. ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പിൽ ബിസിനസ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അല്ലേ, പാർട്ണേഴ്സ് മാറുന്നുള്ളൂ. അതുകൊണ്ട് ദ ബിസിനസ് ഈസ് നോട്ട് ടെർമിനേറ്റഡ്. ഡിസൊല്യൂഷൻ ഓഫ് ഫേമിൽ ദ ബിസിനസ് ഓഫ് ദി ഫേം ക്ലോസ്ഡ്, ഫേമിൻ്റെ ബിസിനസ് പൂർണ്ണമായിട്ടും ക്ലോസ് ചെയ്യപ്പെടുന്നു. സെറ്റിൽമെൻറ്റ് ഓഫ് അസറ്റ്സ് ആൻഡ് ലൈബിലിറ്റീസ്. ഇവിടെ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പിൽ അതായത് അഡ്മിഷൻ, റിട്ടയർമെൻ്റ് ഒക്കെ നടക്കുമ്പോൾ എന്താണ്, അസറ്റും ലൈബിലിറ്റീസ് എല്ലാം നമ്മൾ റീവാല്യൂ ചെയ്യുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അല്ലേ, പുതിയ ബാലൻസ് ഷീറ്റ് നമ്മൾ വരയ്ക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഡിസൊല്യൂഷനിൽ നമ്മൾ അസറ്റ്സ് ആർ സോൾഡ് ആൻഡ് ലൈബിലിറ്റീസ് ആർ പെയ്ഡ് ഓഫ്, അസറ്റ് എല്ലാം വിറ്റ് ലൈബിലിറ്റീസ് എല്ലാം കൊടുത്തു തീർക്കുന്നു. പുതിയൊരു ബാലൻസ് ഷീറ്റ് ഉണ്ടാവുകയില്ല. അല്ലേ, അതിന് പകരമായിട്ട് നമ്മൾ ബാങ്ക് ഒരു ക്യാഷ് അക്കൗണ്ടാണ് നമ്മൾ വരച്ചത് ടാലിയാക്കുന്നത്. അടുത്ത കോർട്ട്സ് ഇൻ്റർവെൻഷൻ, അതായത് കോടതിയുടെ ഇടപെടൽ. കോടതി സാധാരണ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പിൽ ഇടപെടേണ്ട ആവശ്യമില്ല. അത് പാർട്ണേഴ്സ് തമ്മിലുള്ള മ്യൂച്വൽ എഗ്രിമെൻറ്റ് ഭാഗമായിട്ടാണ് ഒരു പുതിയ പാർട്ണറെ അഡ്മിറ്റ് ചെയ്യുന്നതും റിട്ടയർമെൻ്റ് ഒക്കെ നടക്കുന്നത്. ഡിസൊല്യൂഷൻ ഓഫ് ഫേമിൻ്റെ ഡിസൊല്യൂഷനിൽ കോർട്ടിൻ്റെ ഇടപെടലോടുകൂടി, അല്ലേ, കോർട്ടിൻ്റെ ഇടപെടലോടുകൂടി ഡിസൊല്യൂഷൻ നടത്താൻ പറ്റുന്നതാണ്. അല്ലേ, അങ്ങനെ നടക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. ദെൻ എക്കണോമിക് റിലേഷൻഷിപ്പ്, പാർട്ണേഴ്സ് കണ്ടിന്യൂസ് ത്രൂ ഇൻ എ ചേഞ്ച്ഡ് ഫോം. അതായത് പാർട്ണേഴ്സ് തമ്മിലുള്ള അവരുടെ ഒരു എക്കണോമിക് റിലേഷൻഷിപ്പ് അത് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിലൊക്കെ മാറ്റം വന്നാലും അത് തുടരുന്നു. അല്ലേ, പക്ഷേ ഒരു ഫേമിൻ്റെ ഡിസൊല്യൂഷൻ നടക്കുമ്പോൾ അവർ തമ്മിലുള്ള ഒരു സാമ്പത്തികമായിട്ടുള്ള എല്ലാ
കെട്ടുപാടുകളും അല്ലെങ്കിൽ എല്ലാ അത്തരത്തിലുള്ള റിലേഷൻഷിപ്പും എക്കണോമിക് റിലേഷൻഷിപ്പ് എല്ലാം അവസാനിക്കുന്നു. പിന്നെ ക്ലോഷർ ഓഫ് ബുക്സ്, നമ്മൾ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പിൽ ബുക്സ് നമ്മൾ ക്ലോസ് ചെയ്യുന്നില്ല അല്ലേ. ബിസിനസ് ടെർമിനേറ്റ് ചെയ്യപ്പെടാത്തതുകൊണ്ട് തന്നെ അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ ബിസിനസ് ടെർമിനേറ്റ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ എല്ലാ ബുക്കുകളും എല്ലാ അക്കൗണ്ടുകളും ക്ലോസ് ചെയ്ത് നമ്മൾ അവസാനിപ്പിക്കേണ്ടതാണ് അല്ലേ. അപ്പോൾ ഇതിൽ നിങ്ങൾ കുറച്ച് പോയിന്റുകൾ ഇതുപോലെ നിങ്ങൾ എഴുതി വയ്ക്കുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇത് ഫില്ലപ്പ് ചെയ്യാൻ വേണ്ടിയായിരുന്നു അല്ലേ. 13ാമത്തെ ക്വസ്റ്റ്യൻ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തതാണ്. ടെർമിനേഷൻ ഓഫ് ബിസിനസ്, ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പിൽ ബിസിനസ് ടെർമിനേറ്റ് ചെയ്യുന്നില്ല. ഡിസൊല്യൂഷൻ ഓഫ് ഫെയിമിൽ ബിസിനസ് പൂർണ്ണമായിട്ട് അവസാനിപ്പിക്കുന്നു. ക്ലോഷർ ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, ബുക്സ് ഓഫ് അക്കൗണ്ട് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പിൽ നമ്മൾ ക്ലോസ് ചെയ്യുന്നില്ല, പക്ഷേ ഡിസൊല്യൂഷൻ ഓഫ് ഫെയിമിൽ ക്ലോസ് ചെയ്യുന്നു അല്ലേ. ദെൻ പാസ് നെസസറി ജേണൽ എൻട്രീസ് അല്ലേ ഫോർ ദി ട്രീറ്റ്മെൻറ്റ് ഓഫ് റിയലൈസേഷൻ എക്സ്പെൻസ്. അപ്പോൾ റിയലൈസേഷൻ എക്സ്പെൻസുമായിട്ട് ബന്ധപ്പെട്ട് അത്യാവശ്യമുള്ള ജേണൽ എൻട്രി, താഴെ പറയുന്ന കേസുകളിലുള്ള ജേണൽ എൻട്രി എഴുതാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒന്നാമത്തെ, വെൻ റിയലൈസേഷൻ എക്സ്പെൻസ് ഓഫ് ₹6,500 ആർ ഇൻകേർഡ് ആൻഡ് പെയ്ഡ് ബൈ ഫെയിം. ഫെയിമിൻ്റെ റിയലൈസേഷൻ എക്സ്പെൻസ് ഫെയിം തന്നെ കൊടുക്കുന്നു അല്ലേ. റിയലൈസേഷൻ എക്സ്പെൻസ് പെയ്ഡ് എന്ന് പറയുമ്പോൾ ജേണൽ എൻട്രി എന്താണ്? റിയലൈസേഷൻ അക്കൗണ്ട് ടു ബാങ്ക് ഓർ ക്യാഷ് അല്ലേ. അതാണ് ഒന്നാമത്തെ ജേണൽ എൻട്രി വരിക. രണ്ടാമത്തെ, വെൻ റിയലൈസേഷൻ എക്സ്പെൻസ് ₹6,500 മെറ്റ് ബൈ മിസ്റ്റർ ലൂക്കോസ്. അതായത് ഒരു പാർട്ണർ മിസ്റ്റർ ലൂക്കോസ് ആണ് റിയലൈസേഷൻ എക്സ്പെൻസ് കൊടുക്കുന്നതെങ്കിൽ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ ജേണൽ എൻട്രിയിൽ വ്യത്യാസമുണ്ട് അല്ലേ. നമുക്കൊരു ലൈബിലിറ്റി അല്ലെങ്കിൽ എക്സ്പെൻസ് ഏറ്റെടുക്കുമ്പോൾ ആ പാർട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് വരേണ്ടതാണ് അല്ലേ. എന്ത് പേരിലാണ് ക്രെഡിറ്റ് വരേണ്ടത്? റിയലൈസേഷൻ അക്കൗണ്ട് എന്ന പേരിലാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ജേണൽ എൻട്രി എങ്ങനെ വരണം? റിയലൈസേഷൻ അക്കൗണ്ട് അറ്റ് ടു മിസ്റ്റർ ലൂക്കോസ് ക്യാപിറ്റൽ അക്കൗണ്ട് അല്ലേ. അങ്ങനെ അപ്പോഴാണ് ആ ജേണൽ എൻട്രി പൂർത്തിയാവുക. അപ്പോൾ നോക്കിക്കേ, ഇവിടെ റിയലൈസേഷൻ അക്കൗണ്ട് അറ്റ് ടു ബാങ്ക്, അതായത് റിയലൈസേഷൻ എക്സ്പെൻസ് പെയ്ഡ് എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ റിയലൈസേഷൻ എക്സ്പെൻസ് മിസ്റ്റർ ലൂക്കോസ് ആണ് ഏറ്റെടുത്തിരിക്കുന്നതെങ്കിൽ റിയലൈസേഷൻ അക്കൗണ്ട് അറ്റ് ടു ലൂക്കോസ് ക്യാപിറ്റൽ അക്കൗണ്ട് അല്ലേ. ഓക്കെ അല്ലേ. അടുത്തത് 15, സം ജേണൽ എൻട്രീസ് കൺസേൺഡ് വിത്ത് ഡിസൊല്യൂഷൻ ഓഫ് FAM. അപ്പോൾ താഴെ പറയുന്ന ഒരു സീരീസ് ഇവിടെ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ജേണൽ എൻട്രീസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നോക്കാം. ഒന്നാമത്തത്, ഡാഷ് അക്കൗണ്ട് അറ്റ് ടു റിയലൈസേഷൻ. അപ്പോൾ അതിൻ്റെ നറേഷൻ നോക്കണം. നിങ്ങൾക്ക് ഇവിടെ ജേണൽ എൻട്രിയിൽ ഡെബിറ്റോ ക്രെഡിറ്റോ ഏതെങ്കിലും അക്കൗണ്ടാണ് മിസ്സായിരിക്കുന്നതെങ്കിൽ നറേഷനിലേക്ക് നോക്കുക. അസറ്റ് സോൾഡ് അല്ലേ, അസറ്റ് വിറ്റു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ അസറ്റ് വിൽക്കുമ്പോൾ ജേണൽ എൻട്രി എന്താണ് വരുന്നത്? നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് അസറ്റ് എല്ലാം ആദ്യമേ തന്നെ ട്രാൻസ്ഫർ ചെയ്ത് ക്ലോസ് ചെയ്യുന്നുണ്ട് അക്കൗണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇനി അസറ്റ് വിൽക്കുമ്പോൾ അസറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് വരില്ല. ഇവിടെ നമുക്ക് അസറ്റ് വിൽക്കുമ്പോൾ അല്ലെങ്കിൽ എന്താണ് വരുന്നത്? അസറ്റ് വിൽക്കുമ്പോൾ ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു അസറ്റ് എന്നാണ് സാധാരണ ജേണൽ എൻട്രി വരുന്നത് അല്ലേ, ബാങ്ക് ഓർ ക്യാഷ് അക്കൗണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഡെബിറ്റ് വരേണ്ടത് ബാങ്ക് ഓർ ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു റിയലൈസേഷൻ ആണ്. ഇവിടെ അസറ്റിന് പകരം റിയലൈസേഷൻ അക്കൗണ്ടിനാണ് ക്രെഡിറ്റ് വരേണ്ടത് അല്ലേ. അപ്പോൾ ഇവിടെ ബാങ്ക് ഓർ ക്യാഷ് എന്നുള്ളതാണ് ഇവിടെ ഡെബിറ്റ് വരേണ്ടത്. അടുത്ത നോക്കുക, ഡാഷ് അക്കൗണ്ട് അറ്റ് ടു ബാങ്ക് എന്നാണ്, അതായത് പാർട്ണേഴ്സ് ലോൺ പെയ്ഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പാർട്ണേഴ്സ് ലോൺ അക്കൗണ്ട് അറ്റ് ടു ബാങ്ക് എന്നുള്ളതാണ് ജേണൽ എൻട്രി അല്ലേ. പാർട്ണേഴ്സിന് ലോൺ കൊടുക്കുമ്പോൾ പാർട്ണേഴ്സിൻ്റെ ലോൺ തിരിച്ചടയ്ക്കുമ്പോൾ നമ്മൾ ആ ഒരു ജേണൽ എൻട്രി കൃത്യമായിട്ട് ഓർത്തിരിക്കണം. പാർട്ണേഴ്സ് ലോൺ അക്കൗണ്ട് അറ്റ് ടു ബാങ്ക് എന്നാണ്. അത് നമ്മൾ ബാങ്ക് അക്കൗണ്ടിൽ മാത്രം കാണിക്കുന്ന ഒരു സ്പെഷ്യൽ ടൈപ്പ് ട്രാൻസാക്ഷനാണ് അല്ലേ. അത് ഇൻറ്റേർണൽ ലയബിലിറ്റിയാണ്. പാർട്ണേഴ്സ് ലോൺ നമ്മൾ പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലോ റിയലൈസേഷൻ അക്കൗണ്ടിലോ ഒന്നും കാണിക്കുന്നില്ല. പിന്നെ എവിടെ മാത്രമേ കാണിക്കുന്നുള്ളൂ? ബാങ്ക് അക്കൗണ്ടിൽ മാത്രമേ കാണിക്കുന്നുള്ളൂ അല്ലേ. അപ്പോൾ അത് അവസാനം നമ്മൾ ബാങ്ക് അക്കൗണ്ട് വരയ്ക്കുമ്പോൾ അല്ലെങ്കിൽ ക്യാഷ് അക്കൗണ്ട് വരയ്ക്കുമ്പോൾ അവിടെ നമ്മൾ എഴുതേണ്ടതാണ് പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് ടു ബാങ്ക് അല്ലേ. ബൈ പാർട്ണേഴ്സ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞുകൊണ്ട് ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളത്. അടുത്ത, റിയലൈസേഷൻ അക്കൗണ്ട് അറ്റ് ടു ഡാഷ് ലൈബിലിറ്റീസ് ടേക്കൺ ഓവർ ബൈ എ പാർട്ണർ. ഒരു പാർട്ണർ ലൈബിലിറ്റി ഏറ്റെടുത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ റിയലൈസേഷൻ അക്കൗണ്ട് അറ്റ് ടു പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അല്ലേ. ഏത് പാർട്ണറാണോ അയാളുടെ പേരിൽ അയാളുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം അല്ലേ. റിയലൈസേഷൻ അക്കൗണ്ട് അറ്റ് ടു പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ ലൈബിലിറ്റിയാണ് ഏറ്റെടുത്തത്, അപ്പോൾ അയാളുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ബൈ റിയലൈസേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ക്രെഡിറ്റ് വന്നോളൂ അല്ലേ. അടുത്ത നോക്കുക, പാസ് നെസസറി ജേണൽ എൻട്രീസ്. താഴെ പറയുന്ന കേസിൽ ഒന്ന്, രോഹിത പാർട്ണർ ടുക്ക് ഓവർ സ്റ്റോക്ക് വർത്ത് ₹7,500. അപ്പോൾ ഒരു പാർട്ണറിന് അസറ്റ് ഏറ്റെടുക്കുമ്പോൾ ജേണൽ എൻട്രി വരുന്നത് രോഹിത് എന്ന് പറഞ്ഞ പാർട്ണറാണ് അല്ലേ. അപ്പോൾ രോഹിത് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് ടു റിയലൈസേഷൻ എന്നാണ് വരിക. അപ്പോൾ ഇവിടെ അസറ്റ് ഏറ്റെടുത്താലും ലൈബിലിറ്റി ഏറ്റെടുത്താലും ആ ഒരു അസറ്റിൻ്റെയോ ലൈബിലിറ്റിയുടെയോ പേരിലല്ല ജേണൽ എൻട്രി വരുന്നതെന്ന് ഓർത്തിരിക്കുക. റിയലൈസേഷൻ അക്കൗണ്ട് എന്ന പേരിലാണല്ലേ. അപ്പോൾ ഇവിടെ വരുന്നത് എത്രയാണ്? രോഹിത് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് ടു റിയലൈസേഷൻ എന്നുള്ള ആ ഒരു ജേണൽ എൻട്രിയാണ് വരുന്നത്. ഇനി അടുത്തത്, കിരൺ എ പാർട്ണർ പെയ്ഡ് റിയലൈസേഷൻ എക്സ്പെൻസ്. കിരൺ എന്ന് പറയുന്ന പാർട്ണർ റിയലൈസേഷൻ എക്സ്പെൻസ് പേയ്മെൻറ്റ് നടത്തി അല്ലേ. അപ്പോൾ നമുക്ക് റിയലൈസേഷൻ അക്കൗണ്ട് അറ്റ് ടു കിരൺസ് ക്യാപിറ്റൽ, ഒരു ലൈബിലിറ്റിയാണ്, എക്സ്പെൻസ് ആണ് അല്ലേ. അപ്പോൾ റിയലൈസേഷൻ അക്കൗണ്ട് അറ്റ് ടു കിരൺസ് ക്യാപിറ്റൽ എന്ന് വരും. ദെൻ ലോസ് ഓൺ റിയലൈസേഷൻ ₹6,300 ട്രാൻസ്ഫേർഡ് ടു പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. നമുക്ക് പാർട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ലോസ് ഓൺ റിയലൈസേഷൻ, അതായത് റിയലൈസേഷൻ അക്കൗണ്ട് വരച്ചു, അതിൻ്റെ ലോസ് നമ്മൾ അവസാനം കണ്ടുപിടിക്കില്ല, ബാലൻസിങ് ഫിഗർ, അത് നമ്മൾ പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്ത് ട്രാൻസ്ഫർ ചെയ്യണം അല്ലേ. അപ്പോൾ പ്രോഫിറ്റ് ആണെങ്കിൽ പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലേക്ക് പോകും,
ലോസ് ആണെങ്കിൽ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലേക്കാണ് അത് വരേണ്ടത്. അപ്പോൾ ഇവിടെ ശരിക്കും ജേണൽ എൻട്രി വരേണ്ടത് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ടു റിയലൈസേഷൻ എന്നാണ് അല്ലേ. പക്ഷേ ഇവിടെ കൊടുത്തിരിക്കുന്നത് റിയലൈസേഷൻ അക്കൗണ്ട് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്നാണ്. അപ്പോൾ ഇത് തെറ്റാണ്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള ജേണൽ എൻട്രി എന്താണ്? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ടു റിയലൈസേഷൻ അല്ലേ. ഈ ഒരു ജേണൽ എൻട്രി ഓർത്തിരിക്കുക, ഇതാണ് ശരിയായിട്ടുള്ള ജേണൽ എൻട്രി. ഇനി കംപ്ലീറ്റ് ദ വർക്ക്ഷീറ്റ് ബേസ്ഡ് ഓൺ ദി ഹിൻഡ് ഗിവൺ ബിലോ. താഴെ പറയുന്ന ആ ഒരു വർക്ക്ഷീറ്റ് പൂർത്തിയാക്കുക. അതായത് ഡിസ്ക്രിപ്ഷൻ, ട്രാൻസ്ഫർ ഓഫ് അസറ്റ് ടു റിയലൈസേഷൻ. നമ്മൾ റിയലൈസേഷനിലേക്ക് അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ജേണലിൻ്റെ എന്താ വരുന്നത്? റിയലൈസേഷൻ അക്കൗണ്ട് ടു അസറ്റ്സ് അല്ലേ. ഇൻഡിവിജ്വലി ഓരോ അസറ്റ് നമ്മൾ സെപ്പറേറ്റ് എടുത്ത് അതിനെ ട്രാൻസ്ഫർ ചെയ്യും. ഈ സെയിൽ ഓഫ് അസറ്റ് വിൽക്കുമ്പോൾ ജേണലിൻ്റെ എങ്ങനെ വരണം? ബാങ്ക് ഓർ ക്യാഷ് അക്കൗണ്ട് ടു റിയലൈസേഷൻ എന്ന് പറയണം അല്ലേ. ബാങ്ക് ഓർ ക്യാഷ് അക്കൗണ്ട് ടു റിയലൈസേഷൻ. ദെൻ ഇവിടെ വരുന്നത് ലൈബിലിറ്റീസ് അക്കൗണ്ട് ടു റിയലൈസേഷൻ ആണ് അല്ലേ. അപ്പോൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ആൻഡ് നറേഷൻ എന്താണെന്നുള്ളതാണ്. ലൈബിലിറ്റീസ് അക്കൗണ്ട് ടു റിയലൈസേഷൻ എന്ന് വെച്ചാൽ ട്രാൻസ്ഫർ ഓഫ് ലൈബിലിറ്റീസ് ടു റിയലൈസേഷൻ ആണ് അല്ലേ. റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ആദ്യം നമ്മൾ ലൈബിലിറ്റീസ് എല്ലാം ട്രാൻസ്ഫർ ചെയ്യല്ലേ, അപ്പോൾ വരുന്ന ജേണൽ എൻട്രിയാണ് ഇതിൽ വരിക അല്ലേ. അപ്പോൾ 17ാമത് നോക്കി വെക്കുക, ക്യാഷ് അക്കൗണ്ട് ടു റിയലൈസേഷൻ, ദെൻ ട്രാൻസ്ഫർ ഓഫ് ലൈബിലിറ്റീസ് ടു റിയലൈസേഷൻ അല്ലേ. ഇനി നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് നോക്കാം. റിയലൈസേഷൻ അക്കൗണ്ട് വരയ്ക്കാനുള്ളതാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് 5 മാർക്കിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻ ആയിട്ട് സാധാരണ എല്ലാ വർഷവും ചോദിക്കാറുള്ളതാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ കൂടുതൽ റിയലൈസേഷനും ഒപ്പം തന്നെ കംപ്ലീറ്റ് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യനൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതോടുകൂടി നിങ്ങൾക്ക് ഡിസൊല്യൂഷനിലെ വരാൻ സാധ്യതയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തും. അപ്പോൾ നല്ലൊരു റിവിഷൻ ക്ലാസ് തന്നെയായിരിക്കും. ഈ ഒരു ക്ലാസ് മറക്കാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ടും മറ്റും ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവർക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടും. അപ്പോൾ അതുകൊണ്ട് അത് ചെയ്ത് കൊടുക്കുക കേട്ടോ. അടുത്ത് നോക്കുക, ഇവിടെ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ 2 പാർട്ട്നേഴ്സ് ഉണ്ട്. 3:2 ആണ് ഇവിടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. നമുക്ക് അസറ്റ്സുകളും ലയബിലിറ്റീസും പറഞ്ഞിട്ടുണ്ട്. റിയലൈസേഷൻ അക്കൗണ്ട്, പ്രിപ്പയർ ദ റിയലൈസേഷൻ അക്കൗണ്ട് മാത്രം വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ റിയലൈസേഷൻ അക്കൗണ്ട് വരയ്ക്കുമ്പോൾ നമ്മൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത്? റിയലൈസേഷൻ അക്കൗണ്ട് വരയ്ക്കുമ്പോൾ നമുക്ക് അസറ്റ് നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലേക്കും ലയബിലിറ്റീസ് നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലേക്കും ആദ്യമേ ട്രാൻസ്ഫർ ചെയ്യണം അല്ലേ. അപ്പോൾ അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചില അസറ്റുകളും ചില ലയബിലിറ്റീസും നമ്മൾ ട്രാൻസ്ഫർ ചെയ്യില്ല. അപ്പോൾ ട്രാൻസ്ഫർ ചെയ്യില്ലാത്ത അസറ്റും ലയബിലിറ്റിയും ഏതാണെന്നുള്ളത് നമ്മൾ പഠിച്ചിരിക്കണം അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബാക്കി എല്ലാ അസറ്റും നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാമല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം, ബാങ്ക് അക്കൗണ്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടാത്ത ഐറ്റമാണ് അല്ലേ. കാരണം പ്രത്യേകം നമ്മൾ ബാങ്ക് അക്കൗണ്ട് വരയ്ക്കുന്നുണ്ട്. അത് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം റിയലൈസ് ചെയ്യാനൊന്നുമില്ല. ബാങ്ക് എന്ന് പറഞ്ഞാൽ ബാങ്കിൽ ക്യാഷ് ഉണ്ടല്ലേ. അസറ്റ് വിറ്റ് റിയലൈസ് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് എഴുതുക. ഇനി സ്റ്റോക്ക് ഇൻ ഹാൻഡ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം, ഡെപ്റ്റേഴ്സ് ട്രാൻസ്ഫർ ചെയ്യണം, സൺട്രി അസറ്റ്സും ട്രാൻസ്ഫർ ചെയ്യണം അല്ലേ. അപ്പോൾ ഇത് മൂന്നും ആദ്യം നമുക്ക് റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. നോക്കുക, സ്റ്റോക്ക് ഇൻ ഹാൻഡ്, ഡെപ്റ്റേഴ്സ്, സൺട്രി അസറ്റ്സ് റിയലൈസേഷൻ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നുണ്ടോ. ഇനി അടുത്ത നമുക്ക് ലയബിലിറ്റീസ് ആണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് അല്ലേ. ലയബിലിറ്റീസിൽ നമുക്ക് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് തന്നിട്ടുണ്ട്. ഇതിനു വേണ്ടി നമ്മളൊരു ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കുന്നുണ്ട്. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലേക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്താൽ മതി. നമുക്ക് ക്രെഡിറ്റേഴ്സ് ഒരു എക്സ്റ്റേണൽ ലയബിലിറ്റിയാണ്. അത് നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട ലയബിലിറ്റിയാണ് അല്ലേ. ഇനി റിസർവ് ട്രാൻസ്ഫർ ചെയ്യണമോ? റിസർവ് ഫണ്ട്, റിസർവ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പാർട്ട്നേഴ്സിന് അവകാശപ്പെട്ടതാണ്. അത് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ 3:2 ഡിവൈഡ് ചെയ്യേണ്ടതാണ് അല്ലേ. അപ്പോൾ അത് ഈ റിസർവ് ഫണ്ട് റിയലൈസേഷൻ അക്കൗണ്ടിൽ വരുന്ന ഒരു ഐറ്റം അല്ല, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ വരുന്ന ഐറ്റമാണ് അല്ലേ. അപ്പോൾ നമുക്കിപ്പോൾ ലയബിലിറ്റീസ് എല്ലാം കൊടുത്തു തീർത്തു. ലയബിലിറ്റീസ് എല്ലാം നമ്മൾ ട്രാൻസ്ഫർ ചെയ്തു അല്ലേ. ഇനി നമുക്ക് അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് പോകാം. ഒന്ന്, സ്റ്റോക്ക് റിയലൈസ്ഡ് അസറ്റ് വിറ്റ് നമുക്ക് 9,000 കിട്ടി. സൺട്രി അസറ്റ് വിറ്റ് നമുക്ക് 45,000 കിട്ടി അല്ലേ. അപ്പോൾ ഇവിടെ അസറ്റ് വിറ്റ് കിട്ടിയ ക്യാഷിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഏതെങ്കിലും അസറ്റ് വിറ്റ് ക്യാഷ് കിട്ടിയെന്ന് പറയുകയാണെങ്കിൽ അതെല്ലാം കൂടി നമുക്ക് ഒരുമിച്ച് നമുക്ക് ജേണലിൻ്റെ എങ്ങനെയാണ് വരുന്നത്? ക്യാഷ് കിട്ടുമ്പോൾ ബാങ്ക് ഓർ ക്യാഷ് അക്കൗണ്ട് ടു റിയലൈസേഷൻ എന്നാണ് ജേണലിൽ വരുന്നത് അല്ലേ. അപ്പോൾ ബൈ ബാങ്ക് ഓർ ക്യാഷ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇതിനെ ക്രെഡിറ്റ് ചെയ്യണം, റിയലൈസേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം അല്ലേ. നമുക്കിവിടെ ഡെപ്റ്റേഴ്സിൻ്റെയും സൺട്രി അസറ്റ്സിൻ്റെയും കാര്യം, സൺട്രി അസറ്റ്സിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്, ഒപ്പം തന്നെ സ്റ്റോക്കിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഡെപ്റ്റേഴ്സിൻ്റെ കാര്യം ഒന്നും പറഞ്ഞിട്ടില്ല അല്ലേ. അപ്പോൾ ഇതുപോലുള്ള അസറ്റുകൾ നമുക്കത് വിറ്റ് എത്ര രൂപയാണ് ക്യാഷ് കിട്ടിയേക്കണത് എന്ന് പറഞ്ഞിട്ടില്ല എങ്കിലും അതിൻ്റെ ബുക്ക് വാല്യൂവിൽ, അതായത് 20,000 റുപ്പീസ് തന്നെ അതിന്മേൽ കിട്ടി എന്നുള്ളൊരു അസംഷൻ നമ്മൾ എടുക്കണം അല്ലേ. അപ്പോൾ ഏതൊക്കെ അസറ്റാണ് നമുക്ക് ഇവിടെ വിറ്റിരിക്കുന്നത്? 9,000 കിട്ടി, 40,000 രൂപ നമുക്ക് സൺട്രി അസറ്റ്സ് വിറ്റ് കിട്ടി, 40,000, 9,000, 54,000 അല്ലേ. 54,000 ഒപ്പം തന്നെ ഡെപ്റ്റേഴ്സിൻ്റെ 20,000 കൂട്ടി 74,000 രൂപ നമുക്ക് ബൈ ബാങ്ക് ഓർ ക്യാഷ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കിവിടെ ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, ഇവിടെ ക്രെഡിറ്റ് ബൈ ക്യാഷ് എന്ന് പറഞ്ഞ് വന്നിരിക്കുന്നത് എത്രയാണ്? 74,000 ആണല്ലേ. ഇവിടെ നമുക്ക് 74,000 ഇവിടെ ബാങ്ക് അക്കൗണ്ട് കിടക്കുന്നതുകൊണ്ട് നിങ്ങളിവിടെ ക്യാഷിന് പകരം ബൈ ബാങ്ക് എന്ന് എഴുതുന്നത് നല്ലത് കേട്ടോ. കാരണം നിങ്ങൾ അവസാനം വരയ്ക്കുന്നത് ബാങ്ക് അക്കൗണ്ട് ആയിരിക്കും വരയ്ക്കേണ്ടത്. ഓക്കെ, അപ്പോൾ 74,000 വന്നിരിക്കുന്നത് അസറ്റ് വിറ്റ് കിട്ടി ക്യാഷ്, സ്റ്റോക്കിൻ്റെയും സൺട്രി അസറ്റ്സിൻ്റെയും ഒപ്പം തന്നെ ഡെപ്റ്റേഴ്സിൻ്റെ പ്രത്യേകം പറഞ്ഞില്ലെങ്കിലും ആ എമൗണ്ട് നമുക്ക് റിയലൈസ് ചെയ്തതായിട്ട് നമ്മൾ കരുതി അതോട് കൂട്ടി എഴുതേണ്ടതാണ് അല്ലേ.
ഇനി നമുക്ക് ലൈബിലിറ്റീസ് കൊടുത്തു തീർക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് റിയലൈസേഷൻ എക്സ്പെൻസ് മെറ്റ് 2000 രൂപ അല്ലേ, റിയലൈസേഷൻ അക്കൗണ്ട് ടു ബാങ്ക് അക്കൗണ്ട്. അപ്പോൾ നമുക്ക് റിയലൈസേഷൻ അക്കൗണ്ടിൽ ടു ബാങ്ക് എന്ന് പറഞ്ഞ് എഴുതണം. ഇവിടെ നമുക്ക് ബ്രാക്കറ്റിൽ റിയലൈസേഷൻ എക്സ്പെൻസ് എന്ന് കൊടുക്കുകയും ചെയ്യാം അല്ലേ. ക്രെഡിറ്റേഴ്സ് പെയ്ഡ് ഇൻ ഫുള്ള്, ക്രെഡിറ്റേഴ്സിന് ക്യാഷ് കൊടുത്തു കഴിഞ്ഞു അല്ലേ, 60,000 മൊത്തം കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ അത് എഴുതണം റിയലൈസേഷൻ അക്കൗണ്ട് ടു ബാങ്ക് അല്ലേ. അപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ച് നിങ്ങൾക്ക് എഴുതാം. ഇവിടെ നമുക്ക് ക്യാഷ് എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റേഴ്സ് എഴുതിയിട്ടുണ്ട്, ക്യാഷ് എന്ന് പറഞ്ഞ് എക്സ്പെൻസ് എന്ന് എഴുതിയിട്ടുണ്ട് അല്ലേ, റിയലൈസേഷൻ എക്സ്പെൻസ്. നമുക്ക് ബാങ്ക് അക്കൗണ്ട് ഉള്ളത് കൊണ്ട് ഇവിടെയും ക്യാഷിന് പകരം ബാങ്ക് എഴുതുന്നതാണ് എപ്പോഴും നല്ലത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇവിടെ ഏതെങ്കിലും ലൈബിലിറ്റീസ് കൊടുത്തു തീർക്കാനുണ്ടെങ്കിൽ, എക്സ്റ്റേണൽ ലൈബിലിറ്റി കൊടുത്തു തീർക്കാനുണ്ടെങ്കിൽ ഇവിടെ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും പറഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യണം, അത് നമ്മൾ കൊടുത്തു തീർക്കേണ്ടതാണ് അല്ലേ. ടു ക്യാഷ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളതും കൊടുത്തു തീർക്കേണ്ടതാണെന്നുള്ളത് ഈ ഒരു സന്ദർഭത്തിൽ ഓർത്തിരിക്കുക. പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, അത്തരത്തിൽ ലൈബിലിറ്റി, റിസർവ്, അതൊക്കെ നമ്മൾ പറഞ്ഞതാണ് അല്ലേ. പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് എഴുതണം. റിസർവ് ഫണ്ട് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്ത് ഡിവൈഡ് ചെയ്യണം അല്ലേ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഈ ഒരു എസ് എ പ്രോബ്ലംസ് എല്ലാം നമ്മൾ ചെയ്യും കേട്ടോ. എസ് എ പ്രോബ്ലംസ് ഉണ്ട്, ഒപ്പം തന്നെ റിയലൈസേഷൻ അക്കൗണ്ട് ഇനിയും വരയ്ക്കാനുള്ള പ്രോബ്ലം ഉണ്ട്. എസ് എ പ്രോബ്ലം തന്നെ വ്യത്യസ്ത അഡ്ജസ്റ്റ്മെൻറ്റുകളുള്ള പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ പലതരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ട്. ഇതെല്ലാം നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഇതുകൊണ്ട് നമ്മൾ പഠിച്ചെടുക്കും. അപ്പോൾ നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിൽ നിന്ന് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്യാൻ വേണ്ടി പ്രാപ്തരാകും അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇപ്പോഴും വീഡിയോ ലൈക്ക് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്